സിംഗിൾ പൈപ്പ് അക്വാപോണിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, ഒറ്റ പൈപ്പാണ് എല്ലാ ഡ്രമ്മിലേക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രമ്മുകളിലൊക്കെ ഒരേ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സബ്മേഴ്സൽ പമ്പ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പൈപ്പിലേക്ക് ഇതുപോലുള്ള ഒരു സബ്മേഴ്സൽ പമ്പ് വെച്ചിട്ട് മോട്ടർ ഓൺ ആവുന്ന സമയത്ത് ഈ ഡ്രമ്മുകളിലൊക്കെ വെള്ളം കയറുന്നു, ഓഫ് ആവുന്ന സമയത്ത് ഇതേ പൈപ്പിലൂടെ മോട്ടറിലൂടെ തിരിച്ചു വരുന്നു. ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വർഷങ്ങളോളം ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. രോബഡിൽ നിറച്ചിട്ടുള്ള ഇതുള്ള 3/4 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് മെറ്റലുകളാണ്. ഈ മെറ്റലുകൾ നമ്മൾ ഒരു പ്രാവശ്യം നിറച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. മറ്റേ അക്വാപോണിക് സിസ്റ്റത്തിൽ നിന്നും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താഴെക്കൂടിയാണ് വെള്ളം മുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ് ബേസ്ഡാണ് പലർക്കും പ്രശ്നം പറയുന്നത്. ഈ ഫിൽറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഫിൽറ്ററൊന്നും വേണ്ട, ഫിൽറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഈ സോളിഡ് വേസ്റ്റ് ഇത് താഴെക്കൂടി വരുമ്പോൾ ഈ താഴത്താണ് നമ്മൾ സോളിഡ് വേസ്റ്റ് കംപ്ലീറ്റ് അടിഞ്ഞു വിടുക. അപ്പോൾ നമ്മൾ 1-2 വെള്ളം എടുപ്പ് കഴിഞ്ഞാൽ മേലെക്കൂടി വെള്ളം അടിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ആ വെള്ളം പുറത്തേക്ക് വല്ല നനക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സോളിഡ് വേസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കല്ലുകളിൽ ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് ഈ ഒരു ചെറിയ ഡ്രമ്മിൽ നിന്ന് തന്നെ, ഈ ഒറ്റ ഡ്രമ്മിൽ നിന്ന് തന്നെ 25 കിലോ തക്കാളി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളെയും കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഓരോ വീടിൻ്റെ മുറ്റത്തും ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നല്ലത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും.